നെസീസ് ആർക്കൈവ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾക്കും ഇവിടെ സുഖം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ്. നമ്മൾ റാഗി ഉണ്ടല്ലോ, റാഗിൻ്റെ ഇഡ്ഡലിയും ദോശയൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ കൂടാതെ ചെറിയ ചെറിയ ടിപ്പുകൾ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇന്ന് രാവിലെ ഞായറാഴ്ച രാവിലെയാണ് കേട്ടോ, രാവിലത്തെ കാര്യങ്ങളാണ്. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ആർക്കില്ല, എവിടെയും പോകാനൊന്നുമില്ല. ഇക്കാകെ ഉച്ചയ്ക്ക് ശേഷമാണ് എന്തോ പരിപാടിക്ക് പോകാനുള്ളത്. അപ്പോൾ ഞാൻ വേഗം അടുക്കളയിലേക്ക് വന്നതിന് ശേഷം പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഒന്ന് സാമ്പാറാണ്, ഇഡ്ഡലിക്കും ദോശക്കും ഒരു സിമ്പിൾ സാമ്പാർ. അപ്പോൾ ഞാൻ ചായ വെച്ചിട്ടോ. അപ്പോൾ ചായ കുടിക്കാഞ്ഞപ്പോൾ എന്തോ ഒരു തകരാറാണ്. പിന്നെ ഇവിടുത്തെ മെയിനായിട്ട് സാമ്പാർ വെക്കുമ്പോൾ ചെറിയൊരു പീസ് കായ ഇടൽ മസ്റ്റാണ്. ഇക്കാക്ക് ആ കായത്തിൻ്റെ സ്മെല്ല് വരണം എന്ന് പറയാം. അപ്പോൾ അതിനോട് ഞങ്ങളും അതിൽ യൂസ്ഡ് ആയിട്ടോ. അപ്പോൾ ചെറിയൊരു പീസ് എൽജിൻ്റെ കായാണ് കേട്ടോ. എൽജിൻ്റെ കായാണ് ഏറ്റവും നല്ലത്. വലിയൊരു പീസ് വാങ്ങുമ്പോൾ 100 രൂപേൻ്റെ അടുത്തൊക്കെ ആവും, എന്നാലും പിന്നെ കുറേ നാൾ കിട്ടുമല്ലോ. പിന്നെ സാമ്പാറിന് കഷ്ണങ്ങളുണ്ട്, വളരെ കുറവാണ്. അപ്പോൾ അത് ഞാൻ വേഗം ഈ ഒരു പേപ്പർ, സാധാരണ നമ്മൾ ന്യൂസ് പേപ്പർ കുറച്ച് ഒരു 5-6 പീസൊക്കെ ഞാനിവിടെ എടുത്ത് വെക്കലുണ്ട് അടുക്കളയിൽ തന്നെ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു പേപ്പറിൻ്റെ ആവശ്യം വരില്ലോ വിചാരിച്ച് എടുത്ത് വെക്കണം. അതിനൊരു പീസ് എടുത്തിട്ടുണ്ട്, ചെറിയ പീസാട്ടോ എടുത്ത്. അപ്പോൾ അത് ഈ നമ്മുടെ ഈ വെജിറ്റബിൾസൊക്കെ അരിയുമ്പോൾ അതിലേക്ക് തൊലി ആയാൽ ഒന്നുകിൽ ആ പേപ്പറോട് കൂടി നമുക്ക് കളയാം, അല്ലെങ്കിൽ പേപ്പറിന് ആ ഒരു വലിയ അഴുക്കൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ ആ വേസ്റ്റ് ഒഴിവാക്കിയിട്ട് നമ്മൾ പേപ്പർ വീണ്ടും യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ 2 ചെറിയ ക്യാരറ്റും ഒരു ഉരുളക്കിഴങ്ങും 2-3 പച്ചമുളകും ഒരു വെല്ലുള്ളിയും, പിന്നെ ചെറിയ വെല്ലുള്ളിയാണ് കേട്ടോ, 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. വെല്ലുള്ളിനെക്കാട്ടും ടേസ്റ്റ് ചുവന്നുള്ളിയാണ് കേട്ടോ. അത് ഒരു 10 എണ്ണം പോലെ എടുത്താൽ നല്ല ടേസ്റ്റാണ് സാമ്പാറിന്. ഇതും ടേസ്റ്റ് ഉണ്ട്, പക്ഷേ ഇതിനെക്കാട്ടും ഒന്നുകൂടി ടേസ്റ്റ് ചുവന്നുള്ളി എടുത്താലാണ്. അപ്പോഴേക്കും ഞാൻ പരിപ്പ് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ കൗണ്ടർ ടോപ്പിലേക്ക് ആ ഒരു പേപ്പർ വിരിച്ചതിനെ കൊണ്ട് ആ പേപ്പറിൽ ആ തൊലിയൊക്കെ ഇട്ട് ആ തൊലി പുറത്ത് കൊണ്ടേ കളഞ്ഞിട്ട് ആ പേപ്പറും വീണ്ടും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ തന്നെ ഉള്ളോട്ട് എടുത്ത് വെച്ചിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് ഉച്ചക്കിലേക്കൊക്കെ എന്തെങ്കിലും കരിയാണ്ടാവുമല്ലോ ഉപ്പേരിക്കൊക്കെ, അപ്പോൾ വീണ്ടും എടുക്കാൻ വിചാരിച്ചെടുത്ത് വെച്ചാണ്. പിന്നെ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതൊന്ന് സാമ്പാർ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ സാമ്പാറിന് പിന്നെ ആദ്യമൊക്കെ എനിക്ക് സാമ്പാർ വെക്കണമെങ്കിൽ എല്ലാ പീസും വേണ്ടി, ഇളവനും മുരിങ്ങക്കായും വഴുതനി വെണ്ടയൊക്കെ. ഇപ്പോൾ ആ ഒരു ചേച്ചി ഉണ്ടല്ലോ, നമ്മളെ തമിഴ്നാട്ടിലത്തെ ആ ചേച്ചി വന്നതിന് ശേഷമാണ് പിന്നെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഇത്രത്തോനെ വേണ്ടെന്നൊക്കെ അറിഞ്ഞത്. പിന്നെ മോള് പറഞ്ഞൊരു റെസിപ്പിയാണ് കേട്ടോ അത്. അപ്പോൾ ഇത് വെച്ചതിന് ശേഷം ഇവിടെ അത് തന്നെ മതി. ചേച്ചി വെച്ച സാമ്പാർ വെച്ചപ്പോൾ അതേന് ഇഷ്ടം. ഇപ്പോൾ ഇത് വെച്ച് കൊടുത്തപ്പോൾ ഇതാണ് ഇഷ്ടം. ഇതാകുമ്പോൾ പിന്നെ കുറഞ്ഞ കൈമലുള്ള ആ ഒരു പീസ് മതിയല്ലോ. പിന്നെ ഞാൻ പരിപ്പ് വെച്ചപ്പോൾ ഒരു അബദ്ധം എനിക്ക് പറ്റി. അപ്പോൾ ഞാനത് ശ്രദ്ധിക്കലുണ്ട്, പക്ഷേ അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ പരിപ്പിൽ കുറച്ചധികം വെള്ളമായിപ്പോയി. സാമ്പാറിൻ്റെ ആ പീസ് ഇടാനും കൂടി കണക്കാക്കിയുള്ള വെള്ളം വെച്ചാണ്. പക്ഷെ ഞാൻ അതിലേക്കൊരു സ്പൂൺ ഇടുക, അല്ലെങ്കിൽ ആ കുക്കറിൻ്റെ മൂടിമേലൊരു ഒത്തിരി ഓയിൽ പുരട്ടുക ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് എന്തായി, പിന്നെ അടുപ്പ് മൊത്തം അതിൻ്റെ പരിപ്പിൻ്റെതായിട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യമൊക്കെ തുടച്ച് ക്ലീൻ ആക്കിയതിൻ്റെ ശേഷമാണ് വീണ്ടും നമ്മൾ ആ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ആ പീസുകളൊക്കെ അതിലിട്ട് കൊടുത്ത് പിന്നെ കുറച്ച് പുളിവെള്ളം വേണമെങ്കിൽ ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ പുളി ഒഴിച്ചിട്ടില്ല കേട്ടോ, അതാണ് ഞാൻ വേണമെങ്കിൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ പുളി ഇല്ലേനി എടുത്ത് നോക്കും, വെള്ളത്തിലിടാൻ നോക്കുമ്പോൾ പുളി ഇല്ല, പിന്നെ വേറെ രക്ഷയില്ലല്ലോ. അപ്പോൾ ഞാൻ എന്താക്കി, പുളി ഇല്ലാതെ തന്നെ സാമ്പാർ വെച്ച് ഒരു കുഴപ്പമില്ല കേട്ടോ. ഇവിടെ കാക്ക് പുളി കൂടിയെന്ന് പറഞ്ഞിട്ട് എന്നും പ്രശ്നമാണ് സാമ്പാർ വെക്കുന്ന ദിവസമൊക്കെ പറയും, ഇത് പുളി എന്തിനാ എത്രത്തോരം ഇടണമെന്നൊക്കെ ചോദിക്കും. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് മുളകും പൊടിയൊക്കെ കൂടി ഇട്ടിട്ട് കുറച്ചും കൂടി വെള്ളം നമ്മൾ നേരത്തെ ഒഴിച്ചല്ലോ, അങ്ങനെ കുക്കർ മൂടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനിയും തിളച്ച് തൂവാതെക്കാൻ വേണ്ടി ഞാൻ എന്താക്കി, കുക്കറിൻ്റെ മൂടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് പുരട്ടി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ എത്ര നിറച്ച് വെള്ളം വെച്ചാലും പുറത്തേക്ക് തൂവുകയില്ല, നമ്മൾ ഗ്യാസ് സ്റ്റവ് വൃത്തികേടാവുകയും ചെയ്യൂല. ഞാനിപ്പോൾ കാണിച്ച ഈ 2 ടിപ്പുകളും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും ചെയ്യണതിനാണ്. എന്നാലും ജസ്റ്റ് ഞാൻ ചെയ്തപ്പോൾ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഗോതമ്പ് പൊടി തീർന്നിട്ടുണ്ട്. ഇനി ചപ്പാത്തി ഡെയിലി ഇവിടെ വേണമല്ലോ, രാവിലെയും ചുടലുണ്ട്, വല്ലപ്പോഴും രാത്രി സ്ഥിരം അത് വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നലെ കഴുകി ഉണക്കാൻ വെച്ചപ്പോൾ നല്ല മഴ, ഇനി പുറത്തേക്ക് ഇടുക അകത്തേക്ക് എടുക്കുക, ആ ഒരു ഇതേന് ഇന്നലെ. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ രാവിലെ തന്നെ ഇത്തിരി വെയിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും പുറത്തേക്ക് ഇടാമെന്ന് വിചാരിച്ച്. പിന്നെ ഇഡ്ഡലി തട്ടൊക്കെ എടുത്ത് അതൊന്ന് കഴുകി അതിലേക്ക് ലേശം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അത് അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ടൈപ്പ് വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് പറയണം കേട്ടോ. ഈ ഒരു ടൈപ്പിൽ ഞാൻ ഈ വീഡിയോ എടുത്തപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് പറയണം. സാധാരണ ഞാൻ ആ റെസിപ്പി മാത്രം ഇങ്ങനെ കാണിച്ച് അത് മാത്രം ഫോക്കസ് ചെയ്തിട്ടില്ല, ഇങ്ങനെ ഞാൻ ലോങ് എന്നുള്ള ഒരു ഇതൊന്നും ഞാൻ വീഡിയോ എടുക്കാറില്ലല്ലോ. അപ്പോൾ ഈ ഒരു ടൈപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് പറയണം കേട്ടോ. മെയിനായിട്ട് ഞാൻ ഈ ഒരു രൂപത്തിൽ കാണിക്കാത്തതിൻ്റെ പ്രധാന കാരണം പിന്നെ എന്താണ് ഈ ഓരോ തരം ഡ്രസ്സുകൾ ഇങ്ങനെ നല്ല നല്ല ഡ്രസ്സ് വേണ്ടി വരുമല്ലോ, അത് വെച്ചിട്ടാണ് മെയിനായിട്ട്. പിന്നെ നമ്മളെ വീട്ടിലുള്ള വേഷം തന്നെയാണല്ലോ,
അങ്ങനെ ഇപ്പോൾ എല്ലാവരും ആ ഒരു വിഷത്തിൽ കാണുന്ന ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഫോക്കസ് ചെയ്ത് മാത്രം ഇടുന്നത് കേട്ടോ. എന്തായാലും കമൻറ്റ് പറയണം കേട്ടോ നിങ്ങളെ ഒരഭിപ്രായം. പിന്നെ അതാ ഞാൻ വേറെ ചെയ്യുന്നതാണ്, എനിക്ക് ഇതേപോലെ ഈ ടിഷ്യൂ പേപ്പർ അടുക്കളയിലില്ല, ഞാൻ അതും ഒരു ബുദ്ധിമുട്ടാണ്. അത് തീർന്ന് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയ സമയത്ത് നല്ല റേറ്റാണ് കേട്ടോ, ഇതിന് 150 റുപ്യക്കാണ് ഒരു റോളിന്. അപ്പോൾ വെറുതെ തുടച്ചിട്ടാളിന് അത്രയും പൈസ കൊടുക്കണ്ടല്ലോ എന്നുള്ളൊരിതിൽ ഞാൻ എന്താക്കി, അന്ന് ഒയാസിസിൽ പോയന്ന് ഞാൻ പറഞ്ഞില്ലേ, മാർക്കറ്റ് കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ടുണ്ടേനല്ലോ, വലിയ മാർക്കറ്റ് കോഴിക്കോട്. അപ്പോൾ അതിന് ഞാൻ ടിഷ്യൂ പേപ്പർ 50 രൂപയുള്ള ആ റോളിന്. അപ്പോൾ അതാ അങ്ങനെ ആ ഒരു പിന്നെ നമ്മളെ കാസറോളൊക്കെ എടുക്കുന്ന അതിലുള്ളിൽ വെള്ളം ഉണ്ടാവുമല്ലോ, അതങ്ങനെ തുടച്ച് മാറ്റാനും, പിന്നെ നമ്മൾ ദോശയൊക്കെ ചുടുന്ന സമയത്ത് ദോശ എന്തെങ്കിലും ചീനച്ചട്ടിയോ ചട്ടിയൊക്കെ അടുപ്പത്ത് നമ്മൾ കഴുകി അതേപോലെ നമ്മൾ ഗ്യാസിൻ്റെ മുകളിൽ വെക്കുമല്ലോ, അങ്ങനെ വെക്കുന്ന സമയത്ത് നമുക്ക് ആ വെള്ളം ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. അങ്ങനെ നമ്മുടെ ഗ്യാസ് അങ്ങനെ വേസ്റ്റ് ആവണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ തുടച്ചിട്ട് വെക്കുന്നത്. അപ്പോൾ തുണി എപ്പോഴും അങ്ങനെ എടുത്ത് തുടയ്ക്കാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ ഈ ടിഷ്യൂ പേപ്പർ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം, ഒഴിവാക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ അതിന് എടുക്കുന്നതാണ് കേട്ടോ അത്. അപ്പോൾ ഇങ്ങനെ ഡെയിലി നമ്മൾ ചീനച്ചട്ടി എല്ലാം കുറേ നമ്മൾ ഡെയിലി ഉപയോഗിക്കുമ്പോൾ അപ്പോൾ അതിലിങ്ങനെ വെള്ളം ഇങ്ങനെ വറ്റി വെള്ളം വറ്റുന്ന വരെ ആ ഗ്യാസ് പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അടുപ്പത്ത് വെച്ച ഉടനെ തുടച്ചെടുത്താൽ ആ നനവ് പോയല്ലോ. പിന്നെ അതാ റാഗിൻ്റെ പിന്നെ ഈ ഒരു ഇഡലീൻ്റെയും ദോശൻ്റെയും റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ, ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് വേണമെങ്കിൽ ചെയ്യുക, അതിൽ പറഞ്ഞാൽ മതി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് ഇഡലീനെക്കാട്ടും ഇഷ്ടമായത് ദോശയാണ്, നല്ല മൊരിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ദോശക്ക്. പിന്നെ ഇഡ്ഡലി ചുടുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടാനും പെട്ടെന്ന് എന്താ പറയുക, ഇഡ്ഡലി തട്ടുന്ന ഇഡ്ഡലി കിട്ടാനൊക്കെ ഉള്ള കുറേ ടിപ്പുകൾ ഞാൻ എത്രക്കോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതോടെ വീണ്ടും പറഞ്ഞിട്ട് ഞാനത് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല കേട്ടോ. നമ്മളൊരു പ്രാവശ്യം ഇതൊന്ന് ഇഡ്ഡലി ചുടുമ്പോൾ ശ്രദ്ധിച്ചാൽ പിന്നെ നമ്മൾ അതിൽ യൂസ്ഡ് ആയിക്കോളും. കാരണം നമുക്ക് അതിന് മുന്നേ ഇഡ്ഡലി ചുട്ടാലും നന്നാവായും തട്ടുന്ന് കിട്ടായോ അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ ഇതേപോലത്തെ ടിപ്പുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഡെയിലി നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ നമുക്കറിയാമല്ലോ ഇതാണ് നല്ലതെന്ന്. അപ്പോൾ ഞാൻ അതിൽ പ്രത്യേകിച്ച് പറയുന്നില്ല കേട്ടോ, ഇഡ്ഡലി തട്ട് ചൂടാക്കുന്നതും വെളിച്ചെണ്ണ ചേർക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. പിന്നെ ദോശ ചുടുമ്പോഴുള്ളതും ഞാൻ ആ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഞാൻ ഇതിലും ജസ്റ്റ് ഒന്ന് പറയാം. ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ട് ഞാനതാണ്ട് കഴുകി വെച്ചതിനെ കൊണ്ട് അതിൽ നനവുണ്ടല്ലോ, അത് തുടയ്ക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഞാൻ ടിഷ്യൂ പേപ്പർ എടുത്തിട്ടൊന്ന് തുടച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ നല്ലെണ്ണയാണ് ഞാൻ പിന്നെ ദോശ ചുടാനായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ ഇരുമ്പിൻ്റെ ചട്ടിയാണെങ്കിൽ എണ്ണ പുരട്ടണ തന്നെയാണ് കേട്ടോ നല്ലത്. ഈ ഒരു ദോശക്കല്ലിൻ്റെ കാലം നീണ്ട് കിട്ടാൻ വേണ്ടിയിട്ടും കൂടുതൽ കാലം നിൽക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഈ ഒരു എണ്ണ തേക്കുന്നത് നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഞാൻ പറഞ്ഞിരിക്കുന്നത് മുന്നത്തെ വീഡിയോയിൽ ആ എണ്ണൻ്റെ ഒരു ഇത് നമ്മളെ വയറ്റിലെത്തിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ലതാണ്. നമ്മൾ ഓയിലിനെക്കാട്ടും നെയ്യിനെക്കാട്ടിയൊക്കെ നല്ലത് എണ്ണ തന്നെയാണ്. പിന്നെ ഇത് കുറേശ്ശെ മാവ് ഞാൻ ഇതേപോലെ എണ്ണ ഒരു തുണി വെള്ളത്തുണി, അപ്പോൾ ഓരോ പ്രാവശ്യം വെള്ളത്തുണി എടുക്കലാണ് കേട്ടോ. അപ്പോൾ നല്ല തുണി കാകൻ്റെ വെള്ളത്തുണി ഞാൻ അതിനായിട്ട് എടുത്ത് വെച്ചതാണ്. പിന്നെ അതാ അങ്ങനെ എണ്ണ ഇട്ട് പുരട്ടി മാവ് ഒഴിച്ച് അതേപോലെ തന്നെ ഈ ഒരു നെയ്യ് നമ്മൾ ആ ഒരു 500-ൻ്റെ ടിന്ന് തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയൊരു ടിന്നാണ് അപ്പോൾ വാങ്ങിയത്. അതിങ്ങനെ കടയിൽ നിന്ന് ഭയങ്കര പൈസയാണ്, ഒരു 65 റുപ്യക്ക് ഒരു 500 നെയ്യുമ്പോൾ നമുക്ക് നഷ്ടം വരും. അപ്പോൾ വെല്യങ്ങാടിയിലും പിന്നെ അതേപോലെ ഈ ചില മോളിലൊക്കെ പോകുമ്പോൾ ഇതുണ്ടല്ലോ, ഈ ഓഫറുകൾ ഉണ്ടാവും. വെല്യങ്ങാടിയിൽ ഓഫറല്ല, അവിടുത്തെ മെയിൻ റേറ്റാണ്. ഞാൻ അവിടുന്ന് എന്തെങ്കിലും സാധനം വാങ്ങാൻ പോകുമ്പോൾ അതാണ് കേട്ടോ വാങ്ങൽ. അപ്പോൾ അത്രയും പൈസ നമുക്ക് ലാഭമാണ് കേട്ടോ. 65 റുപ്യക്ക് ഒരു നെയ്യിൻ്റെ കുപ്പിമേൽ ലാഭം കിട്ടുക വെച്ചാൽ അത് നല്ല തന്നെയല്ല, നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്ന കാര്യമാണല്ലോ. അപ്പോൾ തൽക്കാലം ഞാൻ 50 ഗ്രാമിൻ്റെ വാങ്ങിയതാണ്. പിന്നെ അത് ഇഡ്ഡലി കണ്ടില്ല, അത് നല്ല സോഫ്റ്റുമാണ്. പക്ഷേ ടേസ്റ്റ് നമ്മളെ സാധാരണ മറ്റേ ഇഡ്ഡലി തന്നെയാണ് കേട്ടോ. ഇതിൽ ഞാൻ പറഞ്ഞ ഈ റാഗിൻ്റെ ഇഡ്ഡലിക്ക് പകരം ദോശയാണ് ഏറ്റവും അടിപൊളി. പിന്നെ നമ്മുടെ സാമ്പാർ കുറച്ച് വെള്ളം കൂടിയ മാതിരി തോന്നി, പക്ഷേ ഇക്കാകക്ക് വെള്ളം കൂടുതൽ ലൂസുള്ളതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ എനിക്കിത്തിരി കുറുകിയതുമാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് വറ്റിക്കാൻ നോക്കിയതാണ്. ഇഡ്ഡലി ഞാൻ ആ ഒരു ഒറ്റ ട്രിപ്പ് മാത്രം ചുട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ദോശ തന്നെയാണ് ചുട്ടെടുത്തത്. പിന്നെ നമ്മളെല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തതാണ്. അപ്പോൾ എനിക്ക് ഇഡ്ഡലിയാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ഇഡ്ഡലി ചുട്ടത്. പക്ഷേ കഴിച്ച് നോക്കിയപ്പോൾ ദോശയാണ് അടിപൊളി. പിന്നെ ആ സാമ്പാർ ചെറുതായി ഒന്ന് വറ്റിച്ചതിന് ശേഷം അതിലേക്ക് മല്ലിയില ചെറുതാക്കി അരിഞ്ഞതും പിന്നെ വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിൻ്റെലും കൂടി ആവാമായിരുന്നു, പക്ഷേ എൻ്റെ കയ്യിലില്ലാത്തതിനോട് ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ.